നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. അത് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം തെളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ചിരകിയത് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്ന ശേഷം നമുക്കിത് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര ചേർക്കാതെയും നമ്മൾ പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തരത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.